ഡോക്ടർ ശില്പയ്ക്ക് ഏതോ സംശയത്തോടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ലേഡി ഡോക്ടറെ നോക്കി ചോദിച്ചു. പേടിക്കാൻ മാത്രമൊന്നുമില്ല. മുറിവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് കുറച്ച് പോയതുകൊണ്ട് ബ്ലഡ് കയറ്റണം. ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞത് കേൾക്കെ ഏതോ സംശയത്തോടെ അവരെ നോക്കി. ഡോൺ വറി, ആർക്കും സംശയമൊന്നും വരാത്ത രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഡോക്ടർ അവൻ്റെ മുഖഭാവം കണ്ടു പറഞ്ഞു. താങ്ക്സ് ഡോക്ടർ, ഏതു നന്ദിയോടെ പറഞ്ഞു. നീ ഇങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കാതെ ചെയ്തു. ഡോക്ടർ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. യദു നെറ്റിയൊന്ന് തടവി. ഒന്നുമല്ലെങ്കിൽ നിന്റെ ഭാവി ഭാര്യയാവാൻ പോകുന്ന വ്യക്തിയല്ലേ ഞാൻ. ഡോക്ടർ അവനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. കീർത്തി പ്ലീസ്, യദു അസ്വസ്ഥതയോടെ പറഞ്ഞു. അവൻ്റെ അവസ്ഥ കണ്ട് അവളൊന്ന് നിശ്വസിച്ചു. യദു, നീ വിളിച്ചതുകൊണ്ടാണ് ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്. ശില്പയുടേത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റാണ്. സത്യം പറഞ്ഞാൽ പോലീസിൽ അറിയിക്കേണ്ട കേസാണ്. പിന്നെ നീ ഇൻവോൾവ് ആയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതിന് മുതിരാത്തത്. ഡോക്ടർ അവനെ നോക്കി പറഞ്ഞു. അവനൊന്ന് മൂളി. ശില്പയും അർജുനും തമ്മിൽ റിലേഷനല്ലേ? കീർത്തി കുറച്ച് മാറി ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്നവനെ ഒന്ന് നോക്കി യദുവിനോട് ചോദിച്ചു. നിനക്കെങ്ങനെ അറിയാം? യദു അവളെ നോക്കി ചോദിച്ചു. ആ ബെസ്റ്റ്, ഇതറിയാത്തതായി ആരുണ്ട്? ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഗോസിപ്പ് എപ്പോഴും ടൈലൈനുള്ളതല്ലേ? ഡോക്ടർ പറഞ്ഞത് കേട്ട് അവൻ വീണ്ടും നിശ്വസിച്ചു. അതേ നേരം തന്നെ ഡോക്ടറുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ആ, ഹോസ്പിറ്റലിൽ നിന്ന് അവർ വന്നു. ഒരു കാര്യം ചെയ്യ്, നീ അർജുനും പിന്നെ റിയാസുമായി ഇവിടുന്ന് അല്പം മാറി നിന്നോളൂ. അവർ പോയിട്ട് പുറത്തേക്ക് വന്നാൽ മതി. ഡോക്ടർ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. യദു വേഗം തന്നെ അർജുനെയും റിയാസിനെയും കൊണ്ട് മറ്റൊരു റൂമിലേക്ക് കയറി. കീർത്തി എന്ത് പറഞ്ഞടാ? റിയാസ് യദുവിനെ നോക്കി ചോദിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല, ബ്ലഡ് കയറ്റണം, അത്ര തന്നെ. യദു പറഞ്ഞുകൊണ്ട് അർജുനെ നോക്കി. അജു, യദു അർജുൻ്റെ തുള്ളിൽ കൈവച്ചു. എന്തോ ചതി എന്നൊക്കെ അവൾ പറഞ്ഞില്ലേടാ, എന്തായിരിക്കും അവൾ ഉദ്ദേശിച്ചത്? അർജുൻ അവനെ നോക്കി ചോദിച്ചു. അത് കേൾക്കെ യദുവും റിയാസും പരസ്പരം ഒന്ന് നോക്കി. അവൾ ഇനി പറയുന്നതെല്ലാം നീ വിശ്വസിക്കുമോ? യദു അവനെ നോക്കി ചോദിച്ചു. അറിയില്ല. അർജുൻ ഒറ്റ വാക്കിൽ ഉത്തരം നൽകി. പിന്നെ ഒന്നും സംസാരിക്കാൻ യദുവിന് തോന്നിയില്ല. അല്പനേരങ്ങൾക്ക് ശേഷം കീർത്തി അവരുടെ അടുത്തേക്ക് വന്നു. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബോട്ടിൽ മാത്രം മതിയാകും. അത് കഴിഞ്ഞ് IV എടുത്ത് മാറ്റണം. ഞാൻ രാവിലെ വന്ന് ചെക്ക് ചെയ്യാം. കീർത്തി അവരെ നോക്കി പറഞ്ഞു. യദു ഒന്ന് തലയനക്കി. നിങ്ങൾ ഓക്കെ അല്ലേ? അവർ മൂവരുടെയും മുഖഭാവം കണ്ട് അവൾ ചോദിച്ചു. അതെ. യദു അവളെ നോക്കി മറുപടി നൽകി. അവൾക്കത് വിശ്വാസമായില്ലെങ്കിലും തലയനക്കല്ലാതെ അവളുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. അവൾ അവരോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പോയി. അർജുൻ ഒരു ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നു. അതിൽ നിന്ന് ഓരോ പെഗ് അവർ 3 പേരും അടിച്ചു. ശേഷം അർജുൻ നേരെ ചെന്നത് ശില്പയെ കെടുത്തിയേക്കുന്ന റൂമിലേക്കായിരുന്നു. അവളെ നോക്കി ബെഡിന് ഓപ്പോസിറ്റുള്ള സോഫ ചെയറിലേക്ക് അവൻ ഇരുന്നു. മുൻപ് അവളെ നോക്കുമ്പോൾ മനസ്സിൽ പ്രണയമായിരുന്നെങ്കിൽ ഇപ്പോൾ അവളെ നോക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ദേഷ്യവും വല്ലാത്ത അസ്വസ്ഥതയുമാണ് നിറയുന്നതെന്ന് അവന് തന്നെ മനസ്സിലായി. കുറച്ചു നേരങ്ങൾക്ക് ശേഷം അവൾക്ക് ബോധം തെളിഞ്ഞു. മുന്നിലിരിക്കുന്ന അർജുനെ കാണാൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവനെ നോക്കി തന്നെ പൊട്ടിക്കരഞ്ഞു. ശബ്ദം കേട്ട് യദുവും റിയാസും അവിടേക്ക് വന്നു. അവളോട് ആരും ഒന്നും മിണ്ടിയില്ല. അവളെ നോക്കി എല്ലാവരും നിന്നു. ഞാൻ ചീത്തയായിപ്പോയി അജു. എന്നെ എല്ലാവരും കൂടി വഞ്ചിച്ചു. ഞാൻ നിന്നെ വഞ്ചിച്ചു. ശില്പ അർജുനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എന്താ ഉദ്ദേശിക്കുന്ന ശില്പ? ഏതോ അവളെ നോക്കി അരോചകത്തോടെ ചോദിച്ചു. അവൾ മറുപടി പറയാതെ കുറച്ചുകൂടി ശബ്ദം കൂട്ടി കരഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? അർജുൻ അവളെ നോക്കി ചോദിച്ചു. ശില്പ വീണ്ടും കരഞ്ഞു. ശേഷം പതിയെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. ഞാൻ മറ്റൊരു പുരുഷനുമായി, അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും കരഞ്ഞു. അജു, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സെറ്റിലെ എല്ലാവരുമായി ഞാൻ നല്ല കമ്പനിയായിരുന്നു. ഇന്ന് സെറ്റിലെ കുറച്ച് പേർ എൻ്റെ ഒപ്പം എൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നു. ചുമ്മാ ഒരു ഡിന്നർ എന്ന് പറഞ്ഞാണ് അവർ വന്നത്. ഞാൻ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരുന്നു, പിന്നെ കുറച്ച് ഡ്രിങ്ക്സ്. അവരെല്ലാം അത് കഴിഞ്ഞു പോയി. എന്നാൽ ഒരാൾ മാത്രം ഫ്ലാറ്റിൽ തന്നെ ഓരോന്ന് പറഞ്ഞു നിന്നു. അയാൾ പോകുന്നതിന് മുൻപ് ഡ്രിങ്ക്സ് ഒരിക്കൽ കൂടി ഒഴിച്ച് എനിക്ക് തന്നു. അത് കുടിച്ചപ്പോൾ മുതൽ എനിക്ക് ആകെ ചൂടെടുക്കുന്നത് പോലെ, ശരീരമാകാൻ വല്ലാതെ അനുഭൂതി പോലെ, അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഉണർന്നപ്പോൾ ഞാൻ അവൾ പറഞ്ഞുകൊണ്ട് മുഖം പൊത്തിക്കരഞ്ഞു. അയാൾ എന്നെ ചതിച്ചു. എന്നെ അയാൾ ശാരീരികമായി ഉപയോഗിച്ചു. മയക്കം വിട്ട് എഴുന്നേറ്റപ്പോൾ ഞാൻ പൂർണ്ണ നഗ്നയായി. അവൾ ഉറക്കെ അലറിക്കരഞ്ഞു. അയാൾ നിന്നെ റേപ്പ് ചെയ്തെന്നാണോ നീ പറയുന്നത്? ഇത് പല്ല് കടിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ സമ്മതമില്ലാതെ അയാൾ, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫ്ലാറ്റിലാകെ തിരിഞ്ഞപ്പോൾ ഒരു വയാഗ്ര പിൽ ഞാൻ കണ്ടു. അവൾ പറയുന്നത് കേൾക്കെ ഏതുവിൻ്റെ മുഖത്ത് സംശയം നിറഞ്ഞു. അവൻ അർജുനെ നോക്കി. അവൻ എന്തോ ആലോചനയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ ചതിച്ചു അജു. നീയല്ലാതെ മറ്റൊരു പുരുഷനുമായി ഞാൻ. അവൾ വാ പൊത്തിപ്പിടിച്ച് തേങ്ങി. എനിക്ക് എന്നോട് തന്നെ പൊറുക്കാൻ കഴിയുന്നില്ല അജു. നിന്നോട് ചെയ്തല്ലോ എന്ന ചിന്ത. അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. അവൾ പറഞ്ഞുകൊണ്ട് കയ്യിൽ ഘടിപ്പിച്ചിരുന്ന IV ഊരി മാറ്റി. ശേഷം അർജുൻ അരികിലേക്ക് നടന്നു.
നട നടക്കുന്നതിനിടയിൽ അവളൊന്ന് വേച്ചു വീഴാൻ പോയി. അത് കണ്ട് അർജുൻ മുന്നോട്ട് നീങ്ങിയെങ്കിലും പിന്നെ എന്തോ ഓർത്തതുപോലെ അവിടെ തന്നെ നിന്നു. ശില്പ അർജുൻ മുന്നിലേക്ക് വന്നു. അജു. ശില്പ അവളുടെ കൈ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് കൈ തൊടാൻ വന്നു. എന്നാൽ അർജുൻ പെട്ടെന്ന് മുഖം വെട്ടിച്ചതും ശില്പ കരഞ്ഞുകൊണ്ട് മുഖം പൊത്തി. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല അജു. നീ നീ എന്നോട് മുഖം തിരിച്ചാൽ എനിക്ക് മരണമല്ലാതെ മറ്റൊരു വഴിയില്ല അജു. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നെ അകറ്റി നിർത്തില്ല അജു. പ്ലീസ്, എനിക്ക് നീ വേണം. എന്നെ ഉപേക്ഷിക്കരുതേ. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കാലിലേക്ക് വീണു. പെട്ടെന്നത് കണ്ട് അർജുൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ ശില്പ നീ കാണിക്കുന്നത്? അർജുൻ ചോദിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. എനിക്ക് നിന്നെ വേണം അജു. ഞാൻ നിന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും അജു. അവനെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എനിക്കൊരു ചതി പറ്റിപ്പോയി. അയാൾ അറിയാതെ അജു, അയാൾ എന്നെ. അവൾ വീണ്ടും കരഞ്ഞു. നീ കുറേ നേരമായല്ലോ അയാൾ അവൻ്റെ എന്നൊക്കെ പറയുന്നു. അവൻ്റെ പേരെന്താണെന്ന് പറയും. നിൻ്റെ ഏത് സിനിമയുടെ സെറ്റിലാണ് അവൻ ജോലി ചെയ്യുന്നത്? ആർട്ടിസ്റ്റാണോ അവൻ? ഏതോ അവളെ നോക്കി പറഞ്ഞു. അതെ, ആളാരെന്ന് പറയും. നമുക്ക് പോലീസ് വിവരം അറിയിക്കാം. നിനക്ക് ചതി പറ്റിയതാണെങ്കിൽ അവനെ വെറുതെ വിട്ടുകൂടാ. റിയാസും യദുവിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട വേണ്ട, അങ്ങനെ പോലീസ് അറിയിച്ചാൽ ഞാൻ ചത്തുകളയും. അവൾ പെട്ടെന്ന് അവരെയും അർജുനെയും നോക്കി പറഞ്ഞു. പിന്നെ എന്താ വേണ്ടത്? അവനെ വെറുതെ വിടണോ? എന്താ അവനോട് നിനക്ക് ഒരു സോഫ്റ്റ് കോർണർ? ഏതോ പുച്ഛത്തോടെ ചോദിച്ചു. എനിക്ക് പറ്റിയ ചതിയെപ്പറ്റി പുറത്തറിഞ്ഞാൽ എല്ലാവരും എന്നെ ഒരു മോശം പെണ്ണായി കാണും. മീഡിയ അതെല്ലാം കൊട്ടി ആഘോഷിക്കും. ഞാൻ എല്ലാവരുടെയും മുന്നിൽ നാണം കെടും. എനിക്കങ്ങനെ ജീവിക്കാനാകില്ല. പുറത്ത് ആരോടും പറയരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ആരും ഒന്നും അറിയരുത് പ്ലീസ്. എൻ്റെ ജീവിതം തകർക്കരുത്. അവൾ കരഞ്ഞുകൊണ്ട് അവർക്ക് നേരെ കൈകൂപ്പി. നീ പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാനാകില്ല ശില്പ. റിയാസ് അവളെ നോക്കി പറഞ്ഞു. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ലെന്ന്. പക്ഷേ ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? അജു എൻ്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കൊണ്ടാണോ? ഞാൻ അതിനെന്താ ചെയ്യാനാണ്? എന്നോടുള്ള ദേഷ്യം നിങ്ങൾ എൻ്റെ ജീവിതത്തോട് കാണിക്കരുത് പ്ലീസ്. ഒരു പെൺകുട്ടിയാണ് ഞാൻ. എന്നോടൊരാൾ മോശമായി പെരുമാറിയെന്ന് പുറത്തറിഞ്ഞാൽ ഞാൻ ക്രൂശിക്കപ്പെടും. എൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഞാൻ കാല് പിടിക്കാം. ആരോടും പറയരുത് പ്ലീസ്. അവൾ അവരെ നോക്കി കൈ കൂപ്പിക്കൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. പക്ഷേ യദു, വേണ്ട. യദു വീണ്ടും എന്തോ പറഞ്ഞു വന്നതും അർജുൻ അവനെ നോക്കി പറഞ്ഞു. യദു അവനെ ദേഷ്യത്തിൽ നോക്കി. അർജുൻ അത് കണ്ടില്ല എന്ന് നടിച്ച് നിലത്തിരുന്ന് കരയുന്ന ശില്പയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അജു, ഞാൻ ചീത്തയായിപ്പോയി. നീ അല്ലാതെ മറ്റൊരുവൻ എൻ്റെ ശരീരത്തിൽ. അവൾ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിലേക്ക് കൊഴിഞ്ഞു വീണു. അർജുൻ വേഗം അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി. ശേഷം കുറച്ച് വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് തെളിച്ചു. ശില്പ മുഖം ഒന്ന് ചുളിച്ചുകൊണ്ട് കണ്ണു തുറക്കാൻ ശ്രമിച്ചു. കുറച്ചു നേരം കിടന്നു ശില്പ. റെസ്റ്റ് എടുത്തു. അർജുൻ അവളുടെ കവിളിൽ തട്ടി പതിയെ പറഞ്ഞു. അത് കണ്ടുകൊണ്ടിരുന്ന യദു ദേഷ്യത്തിൽ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. റിയാസും അർജുനെയും ശില്പയെ ഒന്ന് നോക്കി അവിടുന്ന് പോയി. അർജുൻ ശില്പയെ നേരെ കിടത്തി അവളുടെ കയ്യിൽ വീണ്ടും ഐവി ഘടിപ്പിച്ചു. എന്നെ വിട്ടു പോകരുതേ അജു. എന്നെ ഉപേക്ഷിക്കരുതേ. ശില്പയുടെ പതിഞ്ഞ സ്വരം അവൻ്റെ കാതിലെത്തി. അർജുൻ അത് കേട്ടൊന്ന് നിശ്വസിച്ചു കൊണ്ട് അവളുടെ വാടിയ മുഖത്തേക്ക് നോക്കി. നിന്റെ തീരുമാനം എന്താ അജു? ബാൽക്കണിയിൽ നിന്ന് അർജുൻ വന്നുകൊണ്ട് യദു ചോദിച്ചു. അവനൊപ്പം റിയാസും ഉണ്ടായിരുന്നു. എന്ത് തീരുമാനം? അർജുൻ അവനെ നോക്കി ചോദിച്ചു. ശില്പയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താണെന്ന് യദു അല്പം ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. അർജുൻ ഒന്നും മിണ്ടിയില്ല. അവൾ പറഞ്ഞ കാര്യങ്ങൾ നീ വിശ്വസിക്കുന്നുണ്ടോ? അവനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് യദു മറ്റൊരു ചോദ്യം ചോദിച്ചു. വിശ്വസിക്കാതിരിക്കാൻ മാത്രം എന്താ? അർജുൻ താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു. വിശ്വസിക്കാതിരിക്കാൻ ഉള്ളത് മാത്രമേ അവൾ പറഞ്ഞ കഥകളിലുള്ളൂ. യദു ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. സെറ്റിലെ കുറച്ചുപേർ ഫ്ലാറ്റിലേക്ക് വന്നതാണ്. അതും ഡിന്നറിന്. പുറത്തുനിന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതൊക്കെ ഓക്കെയാണ്. വീട്ടിലോട്ട് അവർ വന്നെന്ന് ഒരുത്തൻ മാത്രം പോകാതെ നിന്നു. അവൻ ഡ്രിങ്ക്സിൽ വയാഗ്ര മിക്സ് ചെയ്ത് അവളെ കുടിപ്പിച്ചു. ശേഷം അവളെ ഫിസിക്കലി അബ്യൂസ് ചെയ്തെന്ന്. നീ അവിടെ ചെന്ന് കണ്ടപ്പോൾ നിനക്ക് അവളെ അബ്യൂസ് ചെയ്തതെന്നാണ് തോന്നിയത്? യദു ചോദിക്കുന്നത് കേട്ട് അർജുൻ അവനെ നോക്കി. യദു, അവൾ പറഞ്ഞില്ലേ വയാഗ്ര മെഡിസിൻ പാക്കറ്റ് അവൾ കണ്ടെന്ന്. അതെടുത്തിട്ടുണ്ടെങ്കിൽ അവളുടെ സെൻസ് മാറിക്കാണും. അവളുടെ ഹോർമോൺസിനെ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആയി കാണും. ഒരു ഭാര്യാഭർത്തൃ റിലേഷനിൽ പോലും പരസ്പരം കൺസെൻ്റ് ഇല്ലാതെ ഫിസിക്കൽ റിലേഷനിൽ ഇടപെടുന്നത് അബ്യൂസ് തന്നെയാണ്. അർജുൻ പറഞ്ഞത് കേട്ട് യദു ഉന്നതനും ഉറ്റുനോക്കി. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ശില്പമായ റിലേഷൻ നീ തുടരാൻ തന്നെയാണോ പോകുവാണെന്നാണോ? റിയാസ് അർജുനെ നോക്കി ചോദിച്ചു. ഞാൻ തീരുമാനിച്ചിട്ടില്ല. അർജുൻ പറഞ്ഞുകൊണ്ട് ദൂരേക്ക് നോട്ടമിട്ടു.
ഇത് നെറ്റി തടവിക്കൊണ്ട് ഒന്ന് തിരിഞ്ഞ സമയം ബാൽക്കണിയിലേക്ക് കിടക്കുന്ന വാതിൽ അവിടെ നിന്ന് പെട്ടെന്ന് ആരോ മാറിയതുപോലെ അവന് തോന്നി. ഇതു അവിടേക്ക് ചെന്ന് നോക്കി. അവിടെ ആരെയും അപ്പോൾ അവൻ കണ്ടില്ല. എങ്കിലും ആരോ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവന് തോന്നി. ഒന്നാലോചിച്ചപ്പോൾ അവിടെ വന്നു നിന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ടാകുക ശില്പയായിരിക്കുമെന്ന് അവൻ ഉറപ്പിച്ചു. ബോധമില്ലാതെയാണെങ്കിലും അവൾ മറ്റൊരുത്തനുമായി സെക്സിൽ ഏർപ്പെട്ടത് ശരിയാണോ അജു? അത് നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? റിയാസ് അർജുനെ നോക്കി ചോദിച്ചു. അത് കേൾക്കെ അർജുൻ ഒന്ന് ചിരിച്ചു. നീ എന്നോട് തന്നെയാണോ ചോദിക്കുന്നത്? അർജുൻ പുച്ഛത്തോടെ റിയാസിനോടായി ചോദിച്ചു. ഒരു തരത്തിൽ ഞാനും ശില്പയെ പോലെ അല്ലേടാ. ബോധമില്ലാതെ ഞാനും മറ്റൊരു പെണ്ണുമായി ബന്ധത്തിൽ ഏർപ്പെട്ടില്ലേ? അങ്ങനെയുള്ള എനിക്ക് അവളെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അർജുൻ ചോദിച്ചു. നിനക്ക് ഒരേ ഒരു തെറ്റ് മാത്രമേ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ശില്പയുടെ ആദ്യത്തെയും അവസാനത്തെയും തെറ്റാണ് ഈ കഴിഞ്ഞതെന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാനാകുമോ? ഇത് പെട്ടെന്ന് അർജുനെ നോക്കി ചോദിച്ചു. അർജുൻ അവനെ നോക്കി. ഐ ഡോണ്ട് നോ, അർജുൻ പറഞ്ഞുകൊണ്ട് വീണ്ടും പുറത്തേക്ക് നോക്കി. എൻ്റെ മൈൻഡ് ആകെ കട്ടായി കിടക്കുവാണ്. എനിക്ക് എല്ലാം മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കാൻ ടൈം വേണം, അർജുൻ പറഞ്ഞു. ടൈം നീ എന്തോരം വേണമെങ്കിലും എടുത്തോ അജു. പക്ഷെ നീ എടുക്കാൻ പോകുന്ന തീരുമാനം പലതും കൂട്ടിയും കുറച്ചും നിൻ്റെ മനസ്സിനെയും മനസാക്ഷിയും തൃപ്തിപ്പെടുത്തിയായിരിക്കണം, ഇതും അവനെ നോക്കി പറഞ്ഞു. റിയാസും അതിനോട് യോജിക്കുമ്പോൾ തലയാട്ടി. അന്നത്തെ രാത്രി അർജുൻ ഉറങ്ങാൻ സാധിച്ചില്ല. പല ചിന്തകളും അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. ശില്പയുടെ ഫ്ലാറ്റിൽ വെച്ച് കണ്ടതും കേട്ടതും അതിനുശേഷം കൈഞ്ഞിരമ്പ് മുറിച്ച് കരഞ്ഞു കൂവി വന്ന അവളുടെ രൂപവും അവൾ പറഞ്ഞ കാര്യങ്ങളും യദുവിൻ്റെയും റിയാസിൻ്റെയും വാക്കുകളും അങ്ങനെ പലതും അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. എന്നാൽ ഇവയേക്കാളൊക്കെ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയത് മറ്റൊരുവളുടെ രൂപമാണ്. ഒരു പാവാടയും ബ്ലൗസും ധരിച്ച് അല്പം ഉരുണ്ടതും മെലിഞ്ഞതുമായ ശരീരപ്രകൃതമുള്ള ഒരു പെണ്ണിൻ്റെ രൂപം. ഭദ്ര എന്ന പെണ്ണിനെ അവൻ്റെ മനസ്സിൽ നിന്ന് അവന് പറിച്ചറിയാൻ സാധിക്കാത്തതുപോലെ അവന് തോന്നി. തന്നെ നോക്കിയ അവളുടെ കണ്ണുകളിൽ എന്തൊക്കെയോ തന്നോട് പറയാൻ വെമ്പി നിൽക്കുന്നത് പോലെ അവൻ ആ രാത്രി തോന്നി. ചിന്തകൾ കൂടി തലയ്ക്ക് ഭാരം പോലെ തോന്നി. പുലർച്ചെ എപ്പോഴോ ആണ് അവൻ മയക്കത്തിലേക്ക് വഴുതി വീണതുപോലും. അജുവേട്ടാ, ഭദ്രയുടെ സ്വരം കാതിൽ എത്തിയതും അവൻ തിരിഞ്ഞു നോക്കി. തൻ്റെ അരികിലേക്ക് പട്ടുപാവാടയും ഉയർത്തി ഓടി വരുന്നവളെ കാണെ അവൻ്റെ നെഞ്ചൊന്നും ഇടിച്ചു. അടുത്തെത്തിയ അവളെ അവൻ അരയിൽ കൈ ചുറ്റി അവൻ്റെ ദേഹത്തേക്ക് കൂടുതൽ ചേർത്ത് നിർത്തി. അവൾ വെപ്രാളത്തോടെ അവനെ നോക്കി. അവളുടെ ചുവന്ന മുഖത്തേക്ക് അവൻ കണ്ണെടുക്കാതെ നോക്കി. അവളുടെ ചെഞ്ചുണ്ട് വെപ്രാളത്തിൽ വിറകൊണ്ടു. അത് കാണെ അവന് വല്ലാത്ത പരിവേഷം തോന്നി. അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. അവളുടെ കൈകൾ അവൻ്റെ ഇരു തോളിലുമായി അമർന്നു. അവൻ ഒട്ടും സമയം പാഴാക്കാതെ അവളുടെ ചുണ്ടിനെ അവൻ്റെ വായിലാക്കി നുണഞ്ഞു. തൻ്റെ ശരീരത്തിൽ അമർന്നിരിക്കുന്ന അവളുടെ കുഞ്ഞു ശരീരം ഒന്നാകെ വിറകൊള്ളുന്നത് അവൻ അറിഞ്ഞു. അവൻ്റെ ഒരു കൈ അവളുടെ അരക്കെട്ടിനെ ചുറ്റി, മറ്റൊരു കൈ അവളുടെ പിൻകഴുത്തിലൂടെ അവളുടെ മുടിയിടകളിൽ പിടുത്തമിട്ടു. അവൻ വല്ലാത്ത കൊതിയോടെ അവളുടെ ചുണ്ടിനെ ചപ്പി വലിച്ചു. അവൻ്റെ ഒരു കൈ കഴുത്തിൽ നിന്ന് താഴേക്ക് ചലിച്ച് അത് അവളുടെ മാറിനെ നെരിച്ചുടച്ചു. അവളിൽ നിന്നുയർന്ന മൂളൽ അവൻ്റെ വികാരങ്ങളുടെ കെട്ടഴിച്ചു വിടുന്നതായിരുന്നു. അവൻ്റെ കൈ അവളുടെ മാറിൽ നിന്ന് താഴേക്ക് ചലിച്ച് അവളുടെ വയറിൽ സ്ഥാനം പിടിച്ചു. ബ്ലൗസിനുള്ളിലൂടെ അവൻ്റെ കൈകൾ അകത്തേക്ക് കയറി. അവളുടെ വയറിൻ്റെ മൃദുത്വം അവൻ കൈയാൽ തൊട്ടെറിഞ്ഞു. അവൻ പെരുവിരൽ അവളുടെ പൊക്കിൽ ചുഴിയിൽ ആഴ്ത്തി. അവളൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. പെട്ടെന്നൊരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ ഉയർന്നതും അവൻ ഞെട്ടലോടെ അവളിൽ നിന്ന് അകന്നു മാറി. അജുവേട്ടാ, അവൾ അവനെ നോക്കി കരഞ്ഞ മിഴിയാരെ വിളിച്ചു. അവനൊന്നും മനസ്സിലാകാതെ അവളെ നോക്കവേ പെട്ടെന്ന് കുറേ പേർ അവളെ പിടിച്ച് പുറകിലേക്ക് വലിച്ചു. അർജുൻ മുന്നോട്ടാഞ്ഞ് അവളെ പിടിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അവളെ പിടിച്ചവർ അവളുടെ ശരീരത്തിലൂടെ കൈ ഓടിച്ചു. അവളുടെ കഴുത്തിലേക്ക് ഒരുവൻ മുഖം അമർത്തി അവിടെ കടിച്ചു പറിച്ചു. അവളുടെ കരച്ചിൽ അവിടെ മുഴങ്ങി. മറ്റൊരുവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ബലമായി അമർത്താൻ നോക്കി. ഭദ്ര! അർജുൻ ഉറക്കെ അലറിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ശബ്ദം കേട്ട റിയാസും യദുവും അവൻ്റെ റൂമിലേക്ക് ഓടിയെത്തി. വിയർത്തൊലിച്ച് ബെഡിൽ എഴുന്നേറ്റിരുന്ന് കിതയ്ക്കുന്ന അർജുനെ കാണെ അവരും ഒന്ന് ഭയപ്പെട്ടു. അജു, എന്താടാ? റിയാസ് അവൻ്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു. എടാ, അവൾ എൻ്റെ ഭദ്ര, എൻ്റെ പെണ്ണ്, അവളെ അർജുൻ പെട്ടെന്ന് പിച്ചും പേയും പോലെ അവനെ നോക്കി പറഞ്ഞു. അത് കേൾക്കെ യദുവും റിയാസും പരസ്പരം ഒന്ന് നോക്കി.